ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന മത്സരത്തിൽ സാന്റോസ് റമോയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയപ്പോൾ ആ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് നെയ്മർ ജൂനിയർ ആണ്. ഒരു കിടിലൻ അസിസ്റ്റ് അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. 4 കീ പാസുകൾ ഈ മത്സരത്തിൽ നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഒരു യെല്ലോ കാർഡ് ലഭിച്ചു. അതിൻ്റെ ഫലമായി കൊണ്ട് അടുത്ത ഫ്ലമംഗോക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല എന്നുള്ളത് തീർത്തും നിരാശാജനകമായ ഒരു കാര്യമാണ്. ഏതായാലും സാന്റോസിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടന്നത്. പക്ഷേ റമോ ഫാൻസ് ഉണ്ടായിരുന്നു, അഥവാ എവേ ഫാൻസ് ഉണ്ടായിരുന്നു. അവർ ഈ മത്സരത്തിനിടെ നെയ്മർ ജൂനിയറെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ചാൻഡ് അവർ മുഴക്കിയിട്ടുണ്ട്. അതായത് യു ആർ നോട്ട് ഗോയിങ് ടു വേൾഡ് കപ്പ് എന്നാണ് ഇപ്പോൾ റമോ ഫാൻസ് നെയ്മർ ജൂനിയർക്കെതിരെ ചാൻഡ് ചെയ്തിട്ടുള്ളത്. നീ വേൾഡ് കപ്പിന് പോകുന്നില്ല, വേൾഡ് കപ്പ് ടീമിൽ നീ ഉണ്ടാവില്ല എന്ന് ചാൻഡ് ചെയ്തുകൊണ്ടാണ് നെയ്മർ ജൂനിയർ അടുത്തേക്ക് വന്ന സമയത്ത് എതിർ ആരാധകർ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ എല്ലാവർക്കും അറിയാം. നെയ്മർ വേൾഡ് കപ്പിന് ഉണ്ടാകുമോ എന്നുള്ളത് തീർത്തും അവ്യക്തമായ കാര്യമാണ്. അത് എടുത്തിട്ടുകൊണ്ടാണ് എതിർ ആരാധകർ നെയ്മർ ജൂനിയറെ ഇപ്പോൾ ചൊറിഞ്ഞിട്ടുള്ളത്. റമോ ഫാൻസ് എന്ന് പറയുമ്പോൾ അത് ബ്രസീലിലെ തന്നെ ആരാധകരാണ്. ബ്രസീലിലെ തന്നെ ആരാധകർ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രകോപനം നെയ്മർ ജൂനിയർക്കെതിരെ നടത്തിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഈ മത്സരത്തിൽ നെയ്മർ ജൂനിയർ റമോ താരമായ ഡിയേഗോ ഹെർണാണ്ടസുമായി ഒന്ന് കൊമ്പ് കോർത്തിട്ടുണ്ട്. നെയ്മറെ ഡിയേഗോ ഹെർണാണ്ടസ് പിറകിൽ നിന്നും ടാക്കിൾ ചെയ്യുകയായിരുന്നു. അത് ചോദിക്കാൻ ചെന്ന നെയ്മർ ജൂനിയർക്കാണ് റഫറി യഥാർത്ഥത്തിൽ യെല്ലോ കാർഡ് നൽകിയത്. പിന്നീട് നെയ്മറോട് സംസാരിക്കാൻ റഫറി വിസമ്മതിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അവിടെ ഡിയേഗോ ഹെർണാണ്ടസ് ആണ് കുറ്റക്കാരൻ. എന്നാൽ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ റഫറി തയ്യാറായില്ല എന്നുള്ളത് തീർത്തും കൗതുകകരമായ ഒരു കാര്യമാണ്. അതിന്റെ ഫലമായിക്കൊണ്ടാണ് ഇപ്പോൾ അടുത്ത മത്സരം നെയ്മർ ജൂനിയർക്ക് നഷ്ടമാകുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.